നിങ്ങളുടെ സെയിൽസ് റിവ്യൂ മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ ടെലി സെയിൽസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കുറെ ജനറൽ ആയിട്ടുള്ള ഫീഡ്ബാക്കുകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് വിളിച്ച കസ്റ്റമർ പെട്ടെന്ന് കട്ട് ചെയ്യുന്നു. മൂന്നാമത്തേതെന്ന് പറയുന്നത് ചില കസ്റ്റമർ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ലീഡുകളൊന്നും ക്ലോസ് ചെയ്യാത്തതെന്ന്. നിങ്ങളാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലീഡുകൾ, ഒരുപാട് പൈസ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്തെടുത്ത പൊട്ടൻഷ്യൽ ലീഡുകൾ നിങ്ങളുടെ സെയിൽ ടീം ഇത്ര കെയർലെസ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം തോന്നാറില്ലേ? പിന്നെ ടെലി സെയിൽസിലേക്ക് നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ എന്താണ് കോൾഡ് കോളിംഗ് എന്നതും എന്തുകൊണ്ടാണ് കോൾഡ് കോളിംഗിൽ സക്സസ് റേറ്റ് കമ്പാരിറ്റീവ് ലെസ് എന്നതും നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കോൾഡ് കോൾ എന്നതും കോൾഡ് കോൾ എന്തുകൊണ്ടാണ് പല സമയങ്ങളിലും സക്സസ് റേറ്റ് വിചാരിച്ചത് കിട്ടാത്തത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ആദ്യം നമുക്ക് എന്താണ് കോൾഡ് കോൾ എന്ന് നോക്കാം. ഇവിടെ ഒരു സെയിൽസ് പേഴ്സൺ ഒരു പരിചയമില്ലാത്ത ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറെ ഫോണിലൂടെ വിളിച്ചിട്ട് തന്റെ പ്രൊഡക്റ്റീവ് സർവീസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ തന്റെ പ്രൊഡക്റ്റീവ് സർവീസുകളിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ അതുമല്ലെങ്കിൽ ഒരു സെല്ലിംഗ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റീവ് സർവീസ് സെല് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രീതിയാണ് കോൾഡ് കോളിംഗ് എന്ന് പൊതുവെ പറയുന്നത്. ഇനി ഈ കോൾഡ് കോളിംഗ് ചെയ്യുന്ന കസ്റ്റമറുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കസ്റ്റമർ ഒരുപക്ഷെ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതിരിക്കാം, അതുമല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരു ജോലിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സമയമായിരിക്കാം, അതുമല്ലെങ്കിൽ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയമായിരിക്കാം, ഇനി വേറെ ഏതെങ്കിലും സ്ട്രെസ്ഫുൾ മൊമെന്റിലൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഈ ഒരു മൊമെന്റിലേക്ക് കസ്റ്റമറുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ കടന്നു ചെല്ലുകയാണ്, ഫോണിലൂടെ കടന്നു ചെല്ലുകയാണ്. ഈ ഫേസ് ടു ഫേസ് ആണെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല, അല്ലെ? പല സമയത്തും കസ്റ്റമർ തിരക്കാണെങ്കിൽ പിന്നെ വരാനൊക്കെ പറയും. ഇവിടെ നമ്മൾ പെർമിഷൻ ഇല്ലാതെ അയാളുടെ ഫോണിലൂടെ കടന്നു ചെന്നിട്ട് അയാളുടെ ടൈമിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റീവ് സർവീസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു സെയിൽസ് മീറ്റിംഗിന് വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് കസ്റ്റമേഴ്സ് ഫോൺ ഡിസ്കണക്ട് ആക്കും, കോൾ എടുക്കില്ല. കുറച്ച് കസ്റ്റമർ എടുത്ത് എന്താണെന്ന് കേൾക്കുമ്പോഴേക്ക് കട്ട് ചെയ്യും. വേറെ കുറച്ച് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? വളരെ മോശമായ രീതിയിൽ സംസാരിക്കും. ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസിനെ പറ്റി സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ടെലിസെയിൽസ് എക്സിക്യൂട്ടീവ് സ്വാഭാവികമായിട്ടും ഈ ലീഡ് മാറ്റിവെക്കും, ഈ കസ്റ്റമർ പൊട്ടൻഷ്യൽ ഇല്ലാതെ മാറ്റിവെക്കും. കാരണം അവരോട് സംസാരിച്ച രീതിയിൽ രണ്ടാമത് വിളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പല എക്സിക്യൂട്ടീവുകൾക്ക് ഉണ്ടാവാറുണ്ട്, ഇല്ലേ? ഇങ്ങനെയാണ് നിങ്ങളുടെ ലീഡുകൾ പലതും യൂസ്ഫുൾ അല്ലാതെ പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ടെലിസെയിൽസ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആസ് വെൽ ആസ് ആർട്ട് ആണ്. എന്താണ് സയൻസിന്റെ പ്രത്യേകത? ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഡിസൈർഡ് റിസൾട്ട് കിട്ടും. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ടഡ് റിസൾട്ട് കിട്ടില്ല. ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ല്, ലിസണിങ് സ്കിൽസ്, അതുപോലെ കൺവീൻസിങ് സ്കിൽസ്, ഇൻഫ്ലുവൻസിങ് സ്കിൽസ്, ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ടും കൂടി പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെലിസെയിൽസ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ഇത് മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായി ട്രെയിനിങ് കൊടുക്കാതെയാണ് പലരും സെയിൽസ് ടീമിന് ഹൈലി പൊട്ടൻഷ്യൽ ലീഡുകൾ ടെലികോളിങ്ങിന് കൊടുക്കുന്നത്. സ്വാഭാവികമായും ഒരു റിസൾട്ട് ഇല്ലാതെ ഈ ലീഡുകളെല്ലാം ഉപയോഗശൂന്യമായി പോകാറുണ്ട്. അപ്പോൾ ടെലിസെയിൽസിലെ മെത്തേഡുകൾ, എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യാം, എങ്ങനെ കസ്റ്റമറെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ ഇത് പറ്റിയുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ലീഡർഷിപ്പ്, സെയിൽസ്, മാനേജ്മെന്റ് റിലേറ്റഡ് ആയ ഒരുപാട് ടിപ്പുകൾ ഈ വീഡിയോയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെലിസെയിൽസിലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.